മുസ്ലിം സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിക്ക് സമുദായം പിന്തുണ നൽകണമെന്ന് ബനാറസിലെ മുസ്ലിം വോട്ടർമാർ. പ്രധാനമന്ത്രിയുടെ വിജയത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്തി ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ്. പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജി സമർപ്പിച്ചത് തന്നെ തെറ്റായ നടപടിയെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ വെച്ച് തന്നെ ആക്രമിച്ചതായി ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സ്വാതി മലിവാൾ. കെജ്രിവാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് പേഴ്സണൽ സ്റ്റാഫ് ആക്രമിച്ചുവെന്നാണ് പരാതി. മുത്തലാഖും മുസ്ലിം വ്യക്തി നിയമവും തിരിച്ചുകൊണ്ടുവരുമോ എന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുമോ എന്നും ഉൾപ്പെടെ 5 ചോദ്യങ്ങൾ രാഹുലിനോട് ചോദിച്ച് അമിത്ഷാ. വാരാണസിയിൽ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും കാശി വിശ്വനാഥ ക്ഷേത്രം വരെയായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയത്. നാളെയാണ് പത്രികാ സമർപ്പണം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് വാരാണസിയിൽ അദ്ദേഹം എത്തി ഗംഭീരമായൊരു റോഡ് ഷോ തന്നെയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റോഡ് ഷോയിലെ ജനങ്ങളുടെ പങ്കാളിത്തം എന്തായിരുന്നു? എന്താണ് ഈ റോഡ് ഷോ നൽകുന്നൊരു സന്ദേശം? ഇന്നലെ ഗൗതം വളരെ കൃത്യമായി പറഞ്ഞു, നിരവധി മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ടായിരിക്കും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നൊക്കെ. അതിൻ്റെ മുന്നൊരുക്കങ്ങളും എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഐസൺ, നാളെ നാമനിർദ്ദേശ പത്രിക പ്രധാനമന്ത്രി സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ പടുകൂറ്റൻ റോഡ് ഷോ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് മുന്നിലുള്ള മദൻ മോഹൻ മാളവികയുടെ സാമൂഹിക പരിഷ്കർത്താവായ മദൻ മോഹൻ മാളവികയുടെ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇന്നത്തെ 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. മദൻപുര അടങ്ങുന്ന മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ സ്വാധീന ബെൽറ്റിലൂടെയാണ് ഇന്ന് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത് എന്നതും ശ്രദ്ധേയമായി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഇന്നത്തെ ഈ റോഡ് ഷോയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് വലിയ ജനപങ്കാളിത്തമാണ്. അതായത് 5 ലക്ഷത്തിലധികം ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഡ് ഷോ ആരംഭിച്ച ബനാറസ് ഹിന്ദു സർവകലാശാല മുതൽ പിന്നീട് മദൻപുരയും കടന്ന് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരം വരെയുള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഈ വാഹനത്തിനൊപ്പവും നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും BJPക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ദൃശ്യങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്നും ലഭിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പ്രധാനമന്ത്രി അയോധ്യയിലും ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. വൻ ജനപങ്കാളിത്തം കൊണ്ടാണ് അയോധ്യയിലെ റോഡ് ഷോയും ശ്രദ്ധ നേടിയത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മറ്റൊരു വിശുദ്ധ നഗരമായ വാരണാസി, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലോക്സഭാ മണ്ഡലം കൂടിയാണ്, ഇവിടെ നടത്തിയ റോഡ് ഷോയിലും ജനപങ്കാളിത്തം വളരെ വലുതാണ്. അതിനാൽ BJPയെ സംബന്ധിച്ച് 4 ഫേസുകൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നു. ദേശീയ തലത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ദൃശ്യങ്ങളാണ് കാശിയിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐസൻ, തീർച്ചയായും നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ റോഡ് ഷോയിൽ എന്ന കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മുസ്ലിം സമുദായം കൂടുതലുള്ള ആ ഏരിയയിലൂടെയായിരുന്നു റോഡ് ഷോ, അല്ലെങ്കിൽ ആ പ്രദേശത്ത് കൂടിയായിരുന്നു റോഡ് ഷോ നടന്നത് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇന്ന് വന്ന ചില വാർത്തകൾ, ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ഈ വാർത്ത തുടങ്ങുമ്പോൾ അവതരിപ്പിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൻ്റെ മോദി വിജയിക്കുന്നതിന് വേണ്ടിയുള്ള മുസ്ലിം ദർഗയിലെ ഒരു പ്രാർത്ഥന, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾ തന്നെ തങ്ങളുടെ സ്വീകാര്യനായ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കിക്കാണുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് UP പോലുള്ളൊരു സംസ്ഥാനത്ത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായൊരു ഇടപെടൽ അല്ലെങ്കിൽ ശക്തമായ ആ വോട്ട് ബാങ്കിനെ കൃത്യമായി പിളർത്തുന്നതിനും അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനും BJPക്ക് വലിയ തോതിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഐസൻ, അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP അതിശക്തമായി കടന്നു കയറുന്നൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. അത് മുസ്ലിം മതവിഭാഗത്തിലേക്ക് മാത്രമല്ല, വടക്ക് കിഴക്കൻ മേഖല നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJP വലിയ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. നോർത്ത് ഈസ്റ്റിലെ
8 സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ 7ഇടത്തും BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഭരിക്കുന്നത്. ക്രൈസ്തവർ 87% മുകളിലുള്ള നാഗാലാൻഡ് ആണെങ്കിലും മേഘാലയ, അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ് തുടങ്ങി 70-80% ക്രൈസ്തവരുള്ള ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് BJPയോ അതല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസോ ഭരിക്കുകയാണ്. ഗോവ ക്രൈസ്തവ സ്വാധീനമുള്ള സംസ്ഥാനമാണ്, അവിടെ BJP ഭരണമാണ്. കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് പോൾ ചെയ്തിരിക്കുന്നു എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ഇതിനകം തന്നെ BJP സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. സിഖ് വിഭാഗങ്ങൾക്കിടയിൽ BJP വലിയ സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. നമുക്കറിയാം 1984 സിഖ് വിരുദ്ധ കലാപം ഡൽഹിയിൽ നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്, അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരയുടെ വധത്തെ തുടർന്ന്. പക്ഷേ അതിനുശേഷം പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്, ഈ കോൺഗ്രസിനൊപ്പം സിഖുകാർ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. സിഖ് കലാപം നടത്തിയത് കോൺഗ്രസ് ആണെന്ന യാഥാർത്ഥ്യം അവർക്കുണ്ടെങ്കിലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പോലെ, മൻമോഹൻ സിംഗിനെ പോലെയൊക്കെയുള്ള പല നേതാക്കളുടെയും സ്വാധീനത്താൽ ഈ സിഖ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് പലപ്പോഴും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ വലിയ മാറ്റമുണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം സിഖുകാരുടെ വലിയൊരു പിന്തുണ. കഴിഞ്ഞ ദിവസവും നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടു. പ്രധാനമന്ത്രി ഗുരുദ്വാരയിൽ പോയി അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, അവർക്ക് ഭക്ഷണം വിളമ്പുന്നു. അത്തരത്തിലൊരു വലിയ സ്വീകാര്യത, മുൻപ് ഒരു നേതാവിനും ലഭിക്കാത്ത സ്വീകാര്യത ഗുരുദ്വാരകളിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയാണ്. ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് സിഖ്. ഇത് കൂടാതെയാണ് ഐസൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് BJP കടന്നു ചെല്ലുകയാണ്. ബനാറസിലാണെങ്കിലും ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും BJP അനുകൂലമായൊരു വികാരം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശൊക്കെ 19% മുസ്ലിങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ്. മുസ്ലിങ്ങൾ ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയാണ്. മാത്രമല്ല ഈ മുസ്ലിം വോട്ട് ബാങ്ക് കൂടി BJPയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് നെഞ്ചെടുപ്പ് കൂട്ടുന്നത് സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനുമൊക്കെയാണ്. കാരണം പരമ്പരാഗതമായി മുസ്ലിം വോട്ട് ബാങ്ക് പിന്തുണച്ചിരുന്നത് സമാജ്വാദി പാർട്ടിയേക്കും കോൺഗ്രസിനെയും ഒക്കെയാണ്. ആ വോട്ട് ബാങ്കിൽ കൂടി വിള്ളലുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ വാരണാസിയിലൊക്കെ ധാരാളം മുസ്ലിങ്ങളുടെ ബൈറ്റുകൾ എടുക്കുമ്പോൾ അവരെല്ലാം മോദിക്ക് അനുകൂലമായി പറയുന്നു, മോദി വികാരമാണ് തങ്ങളിലുള്ളത് എന്ന വിലയിരുത്തൽ നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൂടി വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാകും BJP നടത്തുക. ഐസൻ. തീർച്ചയായും ഗൗതം, മറ്റൊരു ചോദ്യം കൂടെ ഏറെ ഗൗരവത്തോടെ ഈ സമയത്ത് ചോദിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം CAA സംബന്ധിച്ച ഒരു വിഷയം വലിയ തോതിൽ മുസ്ലിമുകൾക്കിടയിൽ ഒരു അൺറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഭീതി വളർത്തുന്നതിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ആകട്ടെ അതുപോലെ സമാജ്വാദി പാർട്ടി ആകട്ടെ എല്ലാ പാർട്ടികളും കൃത്യമായ അജണ്ടകൾ തയ്യാറാക്കിയിരുന്നു, അതിനുവേണ്ടി പ്രവർത്തനം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഈ മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുമ്പോൾ അതിനെ സ്വാഭാവികമായും പ്രതിരോധിച്ചിരുന്നത് മുത്തലാഖ് ഉൾപ്പെടെയുള്ള സ്ത്രീവിരുദ്ധ നിയമങ്ങളെ, സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുന്നതിന് പ്രധാനമന്ത്രി എടുത്ത നീക്കങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഈ ദുഷ്പ്രചരണങ്ങളെ മറികടക്കുന്നതിനെ അവർക്ക് അനുകൂലമായ നിയമനിർമ്മാണവും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള ഭരണപരമായ നടപടികൾ എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഹൈസൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്കിടയിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം ഒരു വിഭാഗം ആളുകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് PFI ഒക്കെ പോലെയുള്ള നിരോധിത ഭീകര സംഘടനകളാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് പല പ്രതിപക്ഷ പാർട്ടികളും അത് ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. CAA നടപ്പാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് പൗരത്വം നഷ്ടപ്പെടുമെന്നും ഭാരതം വിട്ട് പുറത്തു പോകേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പ്രചരണമാണ് നടന്നത്. പക്ഷേ CAA ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം, പക്ഷെ ആരുടെയും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അതോടുകൂടി അതൊരു തെറ്റായ പ്രചരണമാണെന്ന ധാരണ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വന്നു തുടങ്ങി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ പല തീരുമാനങ്ങൾ, മുത്തലാഖിൻ്റെ നിരോധനം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും, മുത്തലാഖ് വേണമെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അതിലെ ഒരു വിഭാഗം ആളുകൾ ഈ മുത്തലാഖ് ഒഴിവാക്കേണ്ടതാണ് എന്ന് വാദിച്ചിരുന്നവരാണ്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായം തന്നെ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അത്രത്തോളം തീവ്രമായി ചിന്തിക്കുന്നവർ മാത്രമേ മുത്തലാഖ് വേണമെന്നൊക്കെ വാദിക്കുകയുള്ളൂ. അല്ലാത്ത മുഴുവൻ സ്ത്രീകളും ഇത് ഒഴിവാക്കണമെന്ന് വാദിച്ചതാണ്. അതിനാൽ മുസ്ലിം സ്ത്രീകളുടെ വലിയൊരു പിന്തുണ UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ മുത്തലാഖിൻ്റെ നിരോധനമാണ്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന്
സുപ്രീം കോടതി വിധിക്കുന്നുണ്ട്. അതിനുശേഷം മുത്തലാഖ് ക്രിമിനൽ കുറ്റമാകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം കൂടി പാർലമെന്റ് നടത്തിയത് മുസ്ലിം സ്ത്രീകളുടെ വലിയ കയ്യടി നരേന്ദ്രമോദിക്ക് അനുകൂലമായി നേടിക്കൊടുത്തു എന്നത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ഹജ്ജ് കോട്ട അനുവദിച്ചതും സാധാരണക്കാർക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴത്തെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ സ്വാധീനം മുസ്ലിം സമൂഹത്തിനിടയിൽ രൂപപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ BJPക്ക് അനുകൂലമായ വികാരം UP പോലുള്ള സംസ്ഥാനങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. ശരി ഗൗതം, കൃത്യമായ വിവരങ്ങളാണ് ഗൗതം ഇപ്പോൾ പങ്കുവച്ചത്. തീർച്ചയായും അത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മുഴുവൻ സീറ്റുകൾ ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിൽ ജനവിധി രേഖപ്പെടുത്തി. ബംഗാളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ബംഗാളിലും ആന്ധ്രയിലും ചില ബൂത്തുകളിൽ നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തു. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി 96 മണ്ഡലങ്ങൾ ഇന്ന് 4ാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ, കടപ്പ, പൽനാട് ജില്ലകളിലും പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലും ബീർഭൂമിലും ചില ബൂത്തുകളിൽ നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. ബംഗാളിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. ശ്രീനഗറിൽ 2019 പോളിംഗ് ശതമാനം ഉയർന്നു. ബീഹാറിൽ ബഗുസരായിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, UPയിൽ കനൌജിൽ അഖിലേഷ് യാദവ്, സെക്കന്ദരാബാദിൽ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി, ബംഗാളിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടിയ പ്രമുഖർ. വോട്ടെടുപ്പ് നടന്ന 96 മണ്ഡലങ്ങളിൽ 42 എണ്ണം BJPയുടെയും 7 എണ്ണം NDA സഖ്യകക്ഷികളുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. ആന്ധ്ര നിയമസഭയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഒഡീഷ നിയമസഭയുടെ ആദ്യഘട്ട വോട്ടെടുപ്പും ഇന്ന് നടന്നു. ഈ മാസം 20-നാണ് ലോക്സഭയുടെ 5ാം ഘട്ട വോട്ടെടുപ്പ്. ജനം, ഡൽഹി. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതിൽ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ. BJP അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും സഞ്ചരിച്ച ഹെലികോപ്റ്ററുകളടക്കം പരിശോധിച്ചതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ സമസ്തിപൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതാണ് വിവാദമായത്. വിവിധ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച ബീഹാറിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഹെലികോപ്റ്റർ സമസ്തിപൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേട്ടയാടുന്നു എന്നായിരുന്നു ഇതിനെതിരെ കോൺഗ്രസിന്റെ പ്രതികരണം. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശം ദുരൂഹമാണെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് സമയത്തെ പതിവ് പരിശോധനയാണ് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ബീഹാർ ചീഫ് ഇലക്ടറൽ ഓഫീസർ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററുകൾ പലതവണ പരിശോധിച്ചതായും വ്യക്തമാക്കി. ഒടുവിലായി ഏപ്രിൽ 21-ന് കതിഹാറിൽ അമിത്ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്ററും 24-ന് ഭഗൽപൂരിൽ നദ്ദ സഞ്ചരിച്ച ഹെലികോപ്റ്ററും പരിശോധിച്ചതായി തെളിവുകൾ സഹിതം ചീഫ് ഇലക്ടറൽ ഓഫീസർ സൂചിപ്പിച്ചു. ഇതോടെ കോൺഗ്രസിന്റെ ഇരവാദവും അപ്രസക്തമായി. ജനം, ഡൽഹി. വാരാണസിയിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി മുസ്ലിം വോട്ടർമാർ. മുസ്ലിം സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി. അതിനാൽ രാജ്യത്തെ മുഴുവൻ മുസ്ലിമുകളും പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകണമെന്നും ബനാറസിലെ മുസ്ലിം വോട്ടർമാരുടെ അഭ്യർത്ഥനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. मोदी जी देश का विकास कर रहे हैं. मोदी जी के साथ पूरे देश के मुसलमान खड़े हैं और इंशाल्लाह इस बार जो 400 पार का नारा लग रहा है वो हमें दिख रहा है कि 400 पार हम लोग इस बार जाएंगे भाजपा सरकार को लेकर के. तो हमारा मुसलमानों से भी ये अपील है कि आप लोग एक सच्चा अच्छा प्रधानमंत्री चुने जो देश का विकास कर सके. താൻ ജീവിതത്തിൽ ആദ്യമായി BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് വാരണാസി നിവാസിയായ മുഹമ്മദ് അസ്രുദ്ദീൻ പറയുന്നത്. ബനാറസിൽ മോദി നടപ്പാക്കിയ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ തന്നെ മാറ്റി ചിന്തിപ്പിക്കുന്നു. कांग्रेस भी सांसद रह चुके हैं, भाजपा के भी सांसद रह चुके हैं, लेकिन जब से बनारस में माननीय मोदी जी सांसद हुए और यहाँ से सांसदी जीत के गए प्रधानमंत्री बने, काशी का विकास जितना अति सुंदर होना था हुआ. आप देख सकते हैं कि यहाँ से एयरपोर्ट जाना है बाबतपुर, पहले हम लोग 5 फुट 6 फुट के गड्ढे से आते जाते थे, लेकिन इस समय हमको रिंग रोड मिल गया है. ബനാറസിലെ ഒരു അഭിഭാഷകനാണ് രാജ് മുഹമ്മദ്. മുത്തലാഖ് നിരോധനവും മറ്റും മുസ്ലിം സമൂഹത്തിൽ വരുത്തിയ മാറ്റം ചെറുതല്ല. ഇത്തവണ ബനാറസിലെ ഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരും മോദിക്കും യോഗിക്കും പിന്തുണ നൽകുന്നതായി രാജ് മുഹമ്മദും പറഞ്ഞു. मोदी जी ने मुस्लिम समाज को आधुनिक शिक्षा से जोड़ने के लिए
एक हाथ में कुरान और एक हाथ में कंप्यूटर की जो उन्होंने वकालत की और उस पर काम किया, उसका यह नतीजा हो रहा है कि आज अभी यूपीएससी का जो रिजल्ट आया, आज हमारे मुस्लिम समुदाय के 50 बच्चे क्वालिफाइड हुए हैं। तो उन्होंने एक कामयाबी की एक फतह काम किया है। तो और जैसे हाई स्कूल के रिजल्ट, इंटर के रिजल्ट, ये सारे जो एक मोदी जी का जो विजन था ആധുനിക शिक्षा से जोड़ने का। വാരണാസിയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരുടെയും പ്രതികരണം സമാനമാണ്. मोदी जी से कोई वो नहीं है, मोदी जी चुनाव जीत रहे हैं, इसमें कोई दो राय नहीं है। अब बम्पर वोटों से जीत रहे हैं, वोटों की मार्जिन है पिछले बार के चुनाव से अच्छी रहेगी, ये मैं गारंटी के साथ कहता हूँ। और जो उत्तरी विधानसभा की 71 बूथ की शिकायत है कि वहाँ बीजेपी 0/0 रहती है, इस बार उत्तरी विधानसभा के 71 बूथ की इस शिकायत को बीजेपी का मौका नहीं मिलेगा। यह शिकायत उनकी दूर हो गई। 71 बूथ से भी मुस्लिम इलाकों से झाड़ वोट मिलेगा। ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്നത് സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയുമാണ്. എന്നാൽ എസ്-പിയുടെയും കോൺഗ്രസിന്റെയും ന്യൂനപക്ഷ വോട്ട് ബാങ്കിലും വിള്ളൽ വീണ് തുടങ്ങുന്നു എന്ന സൂചനയാണ് ബനാറസിലെ മുസ്ലിം വോട്ടർമാർ നൽകുന്നത്. വാരണാസിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ തന്നെ ആക്രമിച്ചതായി ആം ആദ്മിയുടെ രാജ്യസഭാ അംഗം സ്വാതി മലിവാൾ. കെജ്രിവാളിന്റെ നിർദ്ദേശമനുസരിച്ച് പേഴ്സണൽ സ്റ്റാഫ് ആക്രമിച്ചുവെന്നാണ് പരാതി. ഫോൺ കോൾ വഴിയാണ് പരാതി ലഭിച്ചതെന്നും അന്വേഷണം നടത്തുകയാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും പേഴ്സണൽ സ്റ്റാഫ് വൈഭവ് കുമാറിനെതിരെയും ഗുരുതര പരാതിയാണ് ആം ആദ്മി പാർട്ടിയിലെ വനിതാ നേതാവ് സ്വാതി മലിവാൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് പേഴ്സണൽ സ്റ്റാഫ് വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചുവെന്നാണ് ആം ആദ്മിയുടെ രാജ്യസഭാംഗവും ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമായ സ്വാതി മലിവാളിന്റെ പരാതി. കെജ്രിവാളിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു മർദ്ദനമെന്നും സ്വാതി പോലീസ് കൺട്രോൾ റൂമിലേക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഫോൺ കോൾ വഴി ലഭിച്ച പരാതിയുടെ വസ്തുതകൾ അന്വേഷിച്ചു വരികയാണെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നും ഡൽഹി സിവിൽ ലൈൻ പോലീസ് അറിയിച്ചു. സ്വാതി മലിവാൾ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് 2 തവണയാണ് ഫോൺ കോളുകൾ കൺട്രോൾ റൂമിൽ ലഭിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. നിലവിൽ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജനം, ഡൽഹി. പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജി സമർപ്പിച്ചത് തന്നെ തെറ്റായ നടപടിയെന്ന് വ്യക്തമാക്കിയാണ് തള്ളിയത്. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പ്രസംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പ്രധാനമന്ത്രിയുടെ വിജയത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്തി ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ്. മോദിയല്ലാതെ മറ്റൊരാൾ പ്രധാനമന്ത്രിയായാൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കും. തീർച്ചയായും പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലെത്തണമെന്നും വഖഫ് ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. चारों तरफ अफरा तफरी का माहौल है, जंग के कगार पर मुल्क खड़े हैं। ऐसे हालात में मुल्क की बागडोर मजबूत नेता के हाथ में होनी चाहिए। कोई कमज़ोर व्यक्ति आ गया तो देश की सुरक्षा को ख़तरा हो सकता है। इसलिए हमने दुआ की है साबिर पाक के आस्थाने पे कि इस बार मोदी जी एक ऐतिहासिक जीत के साथ एक बार फिर प्रधानमंत्री की जिम्मेदारी पे को संभालें। वो एक ऐतिहासिक जीत के साथ यहाँ आए, दोबारा वो प्रधानमंत्री बने। उत्तराखंड के अंदर 5 लोकसभा सीटें हम युवा मुख्यमंत्री के नेतृत्व में അധികാരത്തിലേറിയാൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ അയക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ബി.ജെ.പി. കോൺഗ്രസ് ഭരണത്തിൽ 1 രൂപ സാധാരണക്കാരന് നൽകിയാൽ അഴിമതി കഴിഞ്ഞ് 15 പൈസയാകും കയ്യിൽ കിട്ടുകയെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു. സാധാരണക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയത് മോദിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ കോടിക്കണക്കിന് ആളുകളെ ലക്ഷാധിപതികളാക്കുമെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. ജൂൺ 4-ന് രാജ്യത്തെ എല്ലാ ദരിദ്രരുടെയും പട്ടികയുണ്ടാക്കി ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നും രാഹുൽ പറഞ്ഞു. जून 4 हिंदुस्तान के सारे गरीब परिवारों की लिस्ट बनेगी। करोड़ों लोगों के नाम एक लिस्ट में आएंगे। हर परिवार में से एक महिला का नाम चुना जाएगा और उस महिला के बैंक अकाउंट में
साल के 10,000 नहीं, 20 नहीं, 30 नहीं, 50 नहीं, 70, 80, 90 नहीं, 1 लाख रुपए अंदर। എന്നാൽ കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്നപ്പോൾ ദരിദ്രരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും അന്ന് 1 രൂപ സാധാരണക്കാരന് നൽകിയാൽ അഴിമതി കഴിഞ്ഞ് 15 പൈസയായിരുന്നു കയ്യിൽ കിട്ടിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നതായും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പരിഹസിച്ചു. രാഹുൽ പണം നൽകാമെന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് സാധാരണക്കാർക്ക് തുറന്നു നൽകിയത് മോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. प्रधानमंत्री नरेंद्र मोदी जी जब से बने, इस देश में गरीब कल्याण की परिभाषा बदली या नहीं बदली है, ये मैं आपसे पूछना चाहता हूं। क्या ये कांग्रेस के लोग कहते थे, कांग्रेस के लोग कहते थे कि हम 1 रुपया भेजते हैं, किसान के गांव जाते जाते वो 15 पैसे रह जाता है. അഴിമതിക്കാരുടെ ക്യാമ്പായി പ്രതിപക്ഷ മുന്നണി മാറിയെന്നും അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ ആളാണ് അവരുടെ പ്രചാരണത്തിന് മുൻപിലുള്ളതെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി വിമർശിച്ചു. ജനം, ഡൽഹി. ഇന്നത്തെ മഹാഭാരതം ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്തേ.